So we are talking about the reactions of allyl complexes. ഒരുപാട് റിയാക്ഷൻ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രം കണ്ടിട്ട് വിടാം. അതിൽ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട റിയാക്ഷൻ വിത്ത് ന്യൂക്ലിയോഫൈൽസ്, എസ്പെഷ്യലി eta3 or pi allyl complexes undergo reaction with a strong nucleophiles. For example, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു നിർത്തിയ മോളിബ്ഡിൻ ആയിരുന്നു. മോളിബ്ഡിനോ CP CO NO say So this is a pi allyl complex. A molybdenum bond to an NO, a CO, a cyclopentadiene and a pi allyl. Electron എണ്ണം കൂട്ടി കഴിഞ്ഞാൽ 6 6 3 9 9 11 15 16 16 വേറല്ലേ 6 8 11 16 16 3 19 19 ഒരു പ്ലസ് ചാർജ് ഉണ്ട് അപ്പോൾ 18. So it is an 18 literal species. നിങ്ങളുടെ and you can see that it will react with a nucleophile. For example, any nucleophile like OH minus or something like that can react and the product formed is found to be ഇവിടെ ഒന്നും മാറ്റമില്ല, ഇവിടെയും മാറ്റമില്ല, CP അവിടെ തന്നെ ഉണ്ടാവും. NO is there, CO is there, and the other thing changes into this species. So the nucleophile gets attached to the allyl group and the eta3 allyl is now converted into just like an eta2 olefin complex. നമ്മൾ ഇവിടെയുള്ള എന്തായിരിക്കും CH2 CH2 എന്നുള്ള സ്പീഷീസ് എന്തായി മാറി ആണ് നോക്കിയാൽ CH2 ഡബിൾ ബോണ്ട് CH2 OH ആയി മാറി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. So you can see that this thing is converted into the OH group and you can see the now നേരത്തെ എന്തായിരുന്നു കോർഡിനേഷൻ വരുന്നത് 3 കാർബണും കൂടി മെറ്റലിലേക്ക് കൊടുത്തത് ഇപ്പം എന്താണ് ഈ 2 കാർബൺ മാത്രം മെറ്റലിലേക്ക് കാണുന്നത് ഇത് പുറത്തേക്കായി. that is the nucleophile gets attached to the allyl group and you can see that ഇത് allyl alcohol പോലെയുള്ള ഒരു സാധനമായി മാറി. OH ആണെങ്കിൽ ഇപ്പം തന്നെ allyl alcohol ആണ്. Okay, and you can see this is now bonded in a different manner. നേരത്തെ ഇത് 3 ഇലക്ട്രോൺ ഡോണർ ആയിരുന്നു, ഇപ്പം എന്തായത് ഇത് 2 ഇലക്ട്രോൺ ഡോണർ ആയി മാറി. ഇലക്ട്രോൺ കൗണ്ടിൽ യാതൊരു വ്യത്യാസമുള്ള കാരണം ഒരു ഇലക്ട്രോൺ കുറഞ്ഞപ്പോൾ ചാർജ് പോയിട്ടുണ്ട്. മനസ്സിലായില്ല? ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാവും 6 11 14 16 2 18. നേരത്തെ 16 3 19 പ്ലസ് ചാർജിലോട്ട് 18 ആയിരുന്നു, ഇപ്പോൾ പ്ലസ് ചാർജ് ഇല്ലാതെ മനസ്സിലാക്കുക. പ്ലസ് ചാർജും മൈനസ് ചാർജും കൂടി ചേർന്ന് അങ്ങോട്ട് പോയി. നോ പ്രോബ്ലം. യു ക്യാൻ സീ ദിസ് ഈസ് an example for a nucleophilic attack on the coordinated allyl group, that is the eta3 allyl group. A similar reaction ഇതൊക്കെ ഈ റിയാക്ഷൻ നേരിട്ട് നമ്മളാരും ചോദിക്കില്ല. ചിലപ്പോൾ ഇതുപോലത്തെ റിയാക്ഷൻ കണ്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? വാട്ട് സംടൈംസ് റിയാക്ഷൻസ് ഓഫ് allyl complex എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇത് കൊടുക്കാം. സ്പെസിഫിക് ആയിട്ട് ഈ കോംപ്ലക്സ് എടുത്തിട്ട് ഇതെങ്ങനെ റിയാക്ട് ചെയ്യാന്ന് ഒരിക്കലും കൂടെ ചോദിക്കില്ല. അങ്ങനെ ചോദിക്കേണ്ടത് തന്നെ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടാൽ ഈ മോളിബ്ഡിനത്തിന് പകരം എന്തായാലും ഏകദേശം ഈ സ്റ്റൈലുള്ള ഒരു കോംപ്ലക്സും ന്യൂക്ലിയോഫൈലും ചേരുമ്പോൾ eta3 allyl ന്യൂക്ലിയോഫൈലും ചേരുമ്പോഴേ ആ eta3 allyl എന്നുള്ളത് ഒരു allyl ആൽക്കഹോൾ allyl ക്ലോറൈഡ് ഒക്കെ ആയി മാറിയിട്ട് അതൊരു eta2 ലിഗൻഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി this is a ഫുള്ളായിട്ട് എഴുതാം, കുഴപ്പമില്ല. CH2 CH2. So that is a eta1 allyl. Isn't it? This is a eta1 allyl group. Eta1 allyl, you can see that
this will react with an electrophile. An electrophile. And get converted into ഇവിടെയും ഈ ഭാഗമൊന്നും മാറില്ല. ഇതിവിടെ തന്നെ ഉണ്ടാവും, ഇതിവിടെ ഉണ്ടാവും, ഇതിവിടെ ഉണ്ടാവും. The complex is, and we can see that is having a positive charge. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ചാർജ് ഒന്നുമില്ല. ഇത് 1 ഇലക്ട്രോൺ ഡോണർ ആണ്, ഇവിടെ 2 ഇലക്ട്രോൺ ഡോണർ ആണ്, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോൺ കൗണ്ടിൽ യാതൊരു മാറ്റവുമില്ല. അവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ കൗണ്ട് remains the same. You can see അയണിന്റെ 8, 8 plus 5 13, 13 plus 2 15, 15 plus 2 17, 17 plus 1. This is a 1 electron, 18 electrons. And here we can see that 8 plus 5 13 plus 4 17 plus 2 19, but with a positive charge, that is again 18. So both electrophilic and nucleophilic attack, but you can see that electrophilic attack is taking place on the sigma alline or eta 1 alline, and the previous case this nucleophilic attack was taking place on the eta 3 alline or pi alline. And there are some other reactions also. Reactions പല ബുക്കിലും നമുക്ക് പലതും കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ കണ്ടാൽ ഇലക്ട്രോഫൈൽ എങ്ങനെ ചോദിക്കുന്ന എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടാവും. ഇപ്പൊ H+ ആണ് എന്താണ്ടാവോ, ഇത് H+ ആയി കഴിഞ്ഞാൽ ഇതെന്താവും, ഇത് CH2 CH3 എന്നുള്ള സാധനമായി മാറും. ആൻഡ് ദി ഡബിൾ ബോണ്ട് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു, മനസ്സിലായി, CH2 CH3, കാരണം H+ ചേരുമ്പോൾ CH3 ആയി മാറും. ഈ ഡബിൾ ബോണ്ട് ഇവിടെയുണ്ട്, ആ ഡബിൾ ബോണ്ട് ആണ് ബോണ്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതിന് 2 ഇലക്ട്രോൺ ഡോണറായി മാറും. ക്ലിയർ? You can see that there is another reaction which is known as a insertion reaction. നേരത്തെ കണ്ട എക്സാമ്പിൾ ആണ് നിക്കലിന്റെ. A homoleptic complex of nickel with the 2 allyl groups. Again you can see that 10 plus 3 plus 3 is a 16 electron species. ഞാൻ പ്രത്യേകം പറഞ്ഞു പോലെയുള്ള ഇവിടെ കാര്യമൊന്നുമില്ല അതിന്. You can see that it reacts with a carbon dioxide, and you can say this part is converted into like this. CH2 CH CH2 C ശ്രദ്ധിക്കുക, CH2 CH CH2 COO. നേരത്തെയുള്ള ഇത് രണ്ടും നമ്മൾ കാണുമ്പോൾ യാതൊരു ബന്ധവും കാണാത്തത് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ വരുന്ന സംഭവമാണ്. ഇറ്റ്സ് ആക്ച്വലി സംതിങ് ലൈക്ക് എൻ ഇൻസേർഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമയം ഇൻസേർഷൻ റിയാക്ഷൻ. എ കാർബൺ ഡൈ ഓക്സൈഡ് molecule is inserted between the metal and the allyl group. You know the allyl group is CH2 CH2. That is converted into, you can see that CH2 CH CH2 COO. That is COO. It is a by the addition of by the insertion of carbon. But a metal in day, you metal in day within the other. A carbon dioxide gets inserted. That is it. You can see that this is CH2 CH2 COO. ആ O മാത്രമാണ് ഇവിടെ കണക്ട് ഇലക്ട്രോൺ കൊണ്ടൊക്കെ മാറുന്നുണ്ട്, ഇലക്ട്രോൺ കൊണ്ട് മാറുന്നുണ്ട്, മനസ്സിലായില്ലേ, കണക്ട് ചെയ്തിരിക്കുന്നത്. And you can see this is an example for a insertion reaction in a allyl complex. അങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ട്. പല ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ടാവാം. Anyway, understand how an allyl complex is formed, what is the structure, what is the difference between sigma and the pi allyl groups, what is the corresponding procedure for electron count and how it is prepared and what are the main reactions. അത്രേ മതി allyl complexes. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. That is ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം butadiene complexes. Butadiene, that is a very familiar molecule, CH2 CH2. This is a conjugated dye, the simplest conjugated dye.
and any complex of this type can be considered as a butadiene. ഇതിലുള്ള substituted butadiene complex also can be considered in this class. മനസ്സിലായില്ലേ? വളരെ ഇതും ഒരു ബ്യൂട്ടാഡൈൻ കോംപ്ലക്സ് ആയിട്ട് കാണാം. ബിക്കോസ് യു കെൻ സീ ദാറ്റ് ഇത് മെറ്റലായിരിക്കും ഈ ഭാഗമാണ് ബോണ്ട് ചെയ്യുന്നത്. മനസ്സിലായില്ല? ഇത് ബ്യൂട്ടാഡൈൻ വരെ CH2 CH CH CH2 CH2 CH CH2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ CH-ന്റെ അടുത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങോട്ട് മേലോട്ട് കണക്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെയായി മാറും. അപ്പോൾ ബ്യൂട്ടാഡൈൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള എല്ലാ കോംപ്ലക്സ് കൊടുത്തും കൊടുത്തു നമ്മൾ എളുപ്പത്തിന് വേണ്ടി ബ്യൂട്ടാഡൈൻ കോംപ്ലക്സ് എന്ന് പറയുന്നതേ ഉള്ളൂ. There are a lot of diene complexes, even our cyclopentadiene complex. Cyclopentadiene ayilla, cyclopentadiene. This is cyclopentadiene, and you can see that this is again CH2 CH CH CH2 conjugated double bond, single bond, double bond, double bond, single bond, double bond. മനസ്സിലായില്ലേ? ഈവൻ അതൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് cyclopentadiene complex complexes formed by C5H6. You can see that there are two hydrogens here. C5H6, cyclopentadiene. That also can form complex. This is cyclopentadiene complex, and that is very similar to any or butadiene complex. So any diene, conjugated diene. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് നമുക്ക് 1,3 butadiene ആയിരിക്കും. And a lot of 1,3 butadiene complexes are known. And butadiene may bond with a metal in two different ways. First of all, it can bond with the metals in the cis-oid form or in the transoid form. Cis-oid form, you can see. ഈ ബോണ്ടിങ്ങിനാണ് cis-oid form എന്ന് പറയുന്നത്. cis-oid form. This is cis. And you can say that ഇങ്ങനെ ബോണ്ട് ചെയ്യുമ്പോഴേ that is called the ഇവിടെ എന്താണ് ഇവിടെ ഇങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ എങ്ങനെ കാണിക്കാം നമുക്ക്? യെസ്, ഇത് നമ്മുടെ രണ്ട് വ്യത്യസ്ത ഡബിൾ ബോണ്ടുകൾ. ഓരോ ഡബിൾ ബോണ്ടും ആരുമായിട്ട് ഈ മെറ്റലായിട്ട് കണക്റ്റഡ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. That means ഇത് നമ്മൾ ഒളിഫിയൻ ടൈപ്പ് എത്തിലീൻ പോലെയുള്ള തന്നെയാണ്. എത്തിലീൻ്റെ ഡബിൾ ബോണ്ടും മറ്റേ വേറെ എത്തിലീൻ ഡബിൾ ബോണ്ട് ചേർന്ന പോലെ തന്നെയാണ്. So these two are in the cis-oid form. The same thing you can bond in the other form, that is called the transoid. Even though rare, there are complexes in which this is formed in the transoid form. Transoid form ഉണ്ട്, cis-oid form ഉണ്ട്. Transoid form തന്നെ that can be bonded to the same metal or in some other cases is connected to a metal bond. മനസ്സിലായില്ലേ? ഇങ്ങനെ ബോണ്ട് ചെയ്യാം. രണ്ട് മെറ്റല്, ആ രണ്ട് മെറ്റലും തമ്മിൽ ഒരു മെറ്റൽ ബോണ്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആണ് OS3CO10 C4H6. C4H6 എന്നെ കൂട്ടുന്നത് 2 3 4 6 C4H6. Here butadiene is bonded to two osmium atoms in the transoid. മനസ്സിലായി? ഇത് transoid. അത് രണ്ടും വേറെ വ്യത്യാസം. ഇത് രണ്ട് അറേഞ്ച്മെന്റ്സ് മാത്രം. ദിസ് സിസ് ഫോം, ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോം. നമ്മൾ സിസ് ഫോം ട്രാൻസ്ഫോം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് കോംപ്ലക്സ് ചെയ്യുമ്പോഴേ അങ്ങനെ ആവുന്നില്ല. എല്ലാ സമയത്തിന് ഒരു ഫോം തന്നെയാണ്. മനസ്സിലായില്ലേ? ബിക്കോസ് എന്താണ് CH2 CH വീണ്ടും CH വീണ്ടും CH2 ഇങ്ങനെയാണ്. ഇനി വേറെ ഫോമില്ല. കാരണം ഇവിടെ എന്തുണ്ടാവോ? H. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോ ഈ CH2 ഇവിടെയുള്ള CH2 എന്ന് പറയുന്നത് 2H ആണ്. CH2 CH CH CH2. ഈ ഭാഗത്ത് H അങ്ങോട്ടും മാറ്റിയിട്ടാലും സിസ് ട്രാൻസ് ആവില്ല. ഇത് മാറ്റിയിട്ടാലും അതേപോലെ ഈ ഭാഗവും സിസ് ട്രാൻസ്. Once it is bonded, it can be in two different forms, the cis-oid form and the transoid form. മനസ്സിലായില്ലേ? So 1,3 butadiene can bond to a metal or form complexes in two different forms, that is the cis-oid form and the cis-oid form is most common, transoid form is usually rare.
മനസ്സിലായില്ലേ? ഇത് റെയർ ആണ് ട്രാൻസ്ഫേർഡ് ഫോം, അധികമൊന്നുമില്ല. FeCO3 C4H6 ഇതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ആക്ച്വലി സെറ്റ് ദാറ്റ് അഗൈൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അയൺ 8 8 6 14 14 4 18 8 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനെയല്ലെന്നാ പറയുന്നത്. ഓൾമോസ്റ്റ് in the cissoid form, sorry, transferred form. Anyway, that can be cited as example for a transferred form. This can be cited as example for the transferred form bonding two metals. ഒറ്റ മെറ്റലിലേക്കാണ്, ഇത് രണ്ട് മെറ്റലിലേക്കാണ്. അതുകൊണ്ട് അതിനാണോ അതിന്റെ എക്സാമ്പിൾ ഒരു സെറ്റിന്റെ അതെല്ലാം എനിക്ക് തോന്നുന്നത് ട്രാൻസ്ഫേർഡ് ഫോം CP2 ZR ആണ്. ഇത് തെറ്റിപ്പോയി, ചെറിയ സംശയം ഉണ്ടായിരുന്നു. CP2 ZR C2 C4H6 ഇതിലാണ് സിർക്കോണിയം. ഇവിടെ സിർക്കോണിയാണ് വരുന്നത്, മനസ്സിലായില്ലേ? സിർക്കോണിയം ഈസ് ബോണ്ട്. ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ വരുന്നത് ഓസ്മിയമാണ്. ഓസ്മിയം ഇങ്ങനെ വരുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ അപ്പുറം ഉണ്ടാവും. ഡോണ്ട് വറി. അപ്പോൾ ഈ ട്രാൻസ്ഫേർഡ് ഫോം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇപ്പം തന്നെ ഉപേക്ഷിക്കുന്നത് ഇത് റയറാണ്. അത് ചിലപ്പോൾ ഒരു മെറ്റലിലേക്കോ ഇതുപോലെ, രണ്ട് മെറ്റലിലേക്കോ ഇതുപോലെ അപൂർവമായിട്ട് മാത്രം അങ്ങനെ കാണും ട്രാൻസ്ഫേർഡ് ഫോം. എസ്പെഷ്യലി if it is bonded to a single metal, transferred form is very rare. And an example that can be cited as a butadiene complex in which the butadiene is bonded to a single metal in the transferred form is the zirconium complex. CP cyclopentadiene ആണ്, cyclopentadienite zirconium. ഇത് നോക്കിയാൽ മനസ്സിലാവും. zirconium is a titanium, zirconium, ടൈറ്റാനിയത്തിന്റെ ഗ്രൂപ്പിന്റെ സ്കാൻഡിയം 22ാമത്തെ എലമെന്റാണ്. D2S2 4 ഇലക്ട്രോൺ, 14 4 18 ഇലക്ട്രോൺ. ഇത് 4, ഇത് 2 CP, 2 സൈക്ലോപെന്റഡൈൻ 5 5 10 14 14 14 4 8 ഇലക്ട്രോൺ സ്പീഷീസ് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം OH3 CO12 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ OH3 CO12 നമ്മൾ പഠിച്ചത് എന്താണ്? മെറ്റൽ ക്ലസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് ഓർമ്മിച്ച സംഗതികളോട് മറന്നുപോയില്ല. OS CO12 4 CO ഇവിടെ, 4 CO ഇവിടെ, 4 ഇത് നമ്മൾ പഠിച്ച് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു. 4 CO ഇവിടെ, OH3 CO12. And you can see that in which 2 COs are removed, which is taken. ഇവിടെയുള്ള CO പോയിട്ട് അതിനെ കൂടി കണക്ട് ചെയ്ത് നമ്മുടെ ഈ ട്രാൻസ്ഫേർഡ് ഫോമിലുള്ള ഇങ്ങനെയുള്ള തിരിച്ചു വരക്കാം. ഇതുപോലെ മനസ്സിലായില്ലേ? ഇവിടെ ഡബിൾ ബോണ്ട് എന്നുള്ള 2 ഇലക്ട്രോൺസ് ഇവിടെ 3 ഇവിടെ 4 ഉണ്ട്. മനസ്സിലായില്ലേ? ഇതിന് ഇവിടെ ഇങ്ങനെയാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. OH3 CO10 C4. ഈ C4H6 is bonded to the 2 osmium atoms which already is connected by a metal bond in the transferred form. OH3 CO10 C4 OH3 CO10 3 6 4 10 ഉണ്ടാവും. യഥാർത്ഥത്തിൽ 12 ആയിരുന്നു. നമ്മളിന് ഇവിടുന്ന് 2 എണ്ണം മാറ്റി അതിന് പകരമാണ് ഈ പറഞ്ഞ ബ്യൂട്ടാഡൈൻ ഈ ട്രാൻസ്ഫേർഡ് ഫോമിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺ ബോണ്ടിന്റെ യാതൊരു വിധത്തിലും അത് ബാധിക്കുന്നില്ല. ഈ മിക്കവാറും ഇങ്ങനത്തെ എല്ലാ റിയാക്ഷനും ലിഗാൻഡ് മാറ്റി കഴിഞ്ഞാലും ഇലക്ട്രോൺ ബോണ്ടിന് യാതൊരു മാറ്റവും വരില്ല. അത് ഒരു പ്രധാന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഈ ട്രാൻസ്ഫേർഡ് ഫോം 2 ഡിഫറെന്റ് മെറ്റൽസിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഒരൊറ്റ മെറ്റലിൽ തന്നെ ബോണ്ട് ചെയ്തിരിക്കുകയാണ്. And these 2 cases are usually rare. In most of the cases, is the cis-oid form in which butadiene is bonded with the metal. And a lot of examples, a large number of butadiene complexes. Butadiene or substituted butadiene complexes are known, and they are very stable complexes also. Especially substituted butadiene complexes are very stable. This stable is called stable substituted. In ഇവിടെ വന്നാൽ തന്നെ this also, if you look into the bonding between the metal and butadiene, we can see that we can consider two extreme cases of bonding like this. One is like this, in which the 2 double bonds separately are bonded to the metal. Just as we have described in the Debye-Chatt model. ഈ ഡബിൾ ബോണ്ട് നമ്മൾ എങ്ങനെയാണോ സീസേ സോൾട്ടില് ഈ CH2
മെറ്റലുമായിട്ട് ബോണ്ട് അതേപോലെ ഈ ഡബിൾ ബോണ്ടും മേക്കിംഗ് ദിസ് ആസ് എ 4 ഇലക്ട്രോൺ ഡോണർ. നോ ഡൗട്ട് 4 ഇലക്ട്രോൺ ഡോണർ. 4 ഇലക്ട്രോൺ എങ്ങനെ ബോണ്ട് ചെയ്താലും ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ 4 ഇലക്ട്രോൺ ഡോണർ. ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെ, അതൊരു പുതിയ രൂപമാണ്. You can see that, yes, the two നമ്മൾ അലൈനെ പറ്റി പഠിച്ചപ്പോൾ ശ്രദ്ധിക്കും. ഞാൻ അലൈനിലെ ബോണ്ടിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് CH2 എന്നുള്ള സാധനം ഇതിലെ കൂടി ഒരു സിഗ്മ ബോണ്ടും ഇതിലെ കൂടി വേറെ സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടിരിക്കുന്ന ഇത് റെസൊണൻസ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന് ഇങ്ങനെ മെറ്റലിലേക്ക് ബോണ്ട് ചെയ്യുന്നു. ഇതേപോലെ കൺസിഡർ ചെയ്യാം നമുക്ക്. You can see that, yes, ഇതും മെറ്റൽ കാർബൺ സിംഗിൾ ബോണ്ടും. യെസ്, ഇതെന്താണ് ഇത് നമ്മുടെ ഡിവാർച്ചായിട്ട് ബോണ്ട്, ഡബിൾ ബോണ്ട് നേരത്തെ ഇതുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്. 5 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും yes, you can see that, yes, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CH2 CH2 ഇവിടെയും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. Yes, you can see that, this is given to the metal like this and this double bond is bonded like this. ഇങ്ങനെയാവാം. ഈ രണ്ട് ടൈപ്പ് ബോണ്ടിങ് കാണുന്നുണ്ട്. രണ്ട് എക്സ്ട്രീംസ് ആണെങ്കിലും കൂടുതൽ ഇങ്ങോട്ടോ കൂടുതൽ അങ്ങോട്ടോ ചായവുള്ളതായിട്ട് കാണാൻ പറ്റുന്ന ദിസ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇൻ സൈക്ലോ എന്ന് പറയുന്നത് ബ്യൂട്ടഡൈൻ is called the L2 type bonding, whereas this is known as a LX2 type. ഇത് LX2 type bonding. So there are two types of bonding, L2 bonding and LX2 bonding in in butadiene complexes, which is bonded to the metal in the scissored form. തന്നെയാണ് വരുന്നത് ഈ L2. ട്രാൻസ്ഫേർഡ് ഫോം നമ്മൾ നേരത്തെ അതിനെ ഒഴിവാക്കി, നമ്മൾ അധികം വേണ്ട, നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ട്രാൻസ്ഫേർഡ് ഫോമില് രണ്ട് വിധത്തിലാവും. അതിന്റെ എക്സാമ്പിൾ കണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ എക്സാമ്പിൾ ഓർത്തിരിക്കും. ബസ് മനസ്സിലായില്ലേ? അങ്ങനെ ബോണ്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിന്റെ ട്രാൻസ്ഫോം സിസ് ഫോം വരക്കാണ്. ട്രാൻസ്ഫോം സിസ് ഫോമിലാവുമ്പോൾ ഈ വിധത്തിലോ ബോണ്ടിങ് ആവാം. LX2 ടൈപ്പ് and L2 ടൈപ്പ്. And in many cases it is again found to be in the LX2 model. You can see that this is actually a metal. ഇവിടെ നേരത്തെ മെറ്റലോസൈക്ലോപ്രോപ്പൈൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താണ്? മെറ്റലോസൈക്ലോപെൻറ്റീൻ ടൈപ്പ്. സൈക്ലോപെൻറ്റീൻ ആണ് ഇത് കാർബൺ ആണെങ്കിൽ സൈക്ലോപെൻറ്റീൻ ആയി മാറി അല്ലേ? മെറ്റലോസൈക്ലോപെൻറ്റീൻ മെറ്റലോസൈക്ലോപ്രോപ്പൈൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ആ ടൈപ്പ് അതേപോലത്തെ ബോണ്ടിങ് ആണ് ഇത്. മറ്റേത് നമ്മുടെ ഡിവാർച്ചാറ്റ് മോഡലാണ്. മനസ്സിലായില്ലേ? ഡിവാർച്ചാറ്റ് മോഡലിൽ the sigma bond is formed by the metal hybrid orbital and the filled pi orbital of the metal. The pi electron cloud is donated to the metal. Okay, and back bonding is there in which metal d orbital gives electron to the anti-bonding orbital, pi star orbital of the carbon atoms. അത് അവിടെയും ഇവിടെയും വേറെ സംഭവിക്കാം. അതാണ് നമ്മൾ L2 ടൈപ്പ്. മനസ്സിലായില്ല? And we can see that these two can be easily distinguished by the carbon-carbon distance. If the bonding is like this, that is a ML2 type bonding, you can see that this is C1, this is C2, this is C3 and this is C4. Carbon 1, 2, 3, 4. You can see that the C1, C2 distance, the C2, C3 distance and the C3, C4 distance. There are 3 carbon-carbon distances in butadiene, and if the bonding is bonding is of this type, ML2 type, predominantly the ML2 type, we can say that almost equal carbon-carbon distances are found if the ML2 type of bonding takes place, and it is seen that about 146 pm or 1.46 Armstrong units. All the 3 carbon atoms are found to be almost having the same, all the three carbon distances. There are 4 carbon atoms and there are 3 CC distances, C1, C2, the C1, C2, C3 and C4. All the distances are found to be almost the same. And in such a type of bonding, another one example is found in FeCO3, C4H6. The butadiene complex formed between iron, 3 carbon monoxide, and again you can see that this is 8, this is 6 and this is 4. Total comes to be 18. ഇതിൽ ഏകദേശം കാർബൺ ഡിസ്റ്റൻസ് ഒക്കെ തുല്യമായിട്ട് വരുന്നുണ്ട്. ഏകദേശം സ്ലൈറ്റ് ഡിഫറൻസ് ഇസ് ദർ.
And you can see that in this case the C1 and C4 are at a slightly greater distance. See? മെറ്റൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. മെറ്റലിന് C2ലേക്കും C3ലേക്കും ഡിസ്റ്റൻസ് നോക്കുമ്പോൾ C1ലേക്കും C4ലേക്കുള്ള ഡിസ്റ്റൻസിനേക്കാളും കുറവാണ്. You can see that the C1, if the bonding is predominantly of this type, the C1 and C4 will be at a slightly greater distance compared to C2 and C3. Got it? And come to this LX2 type, you can see that the bond lengths are also different. The C1, C2 and C3, C4 distances are slightly greater than the C2, C3 distance. The C2, C3 is found to be shorter than C1, C2. This distance is found to be shorter if the bonding is predominantly of this type, LX2 type. Thus, we can see these two distances, L1, C1, C2 distance and C3, C4 distance. One, carbon number 1, carbon number 2, carbon number 3 and carbon number 4. These two distances are the same and they are slightly greater than the C2, C3. This is about 140 pm and this is 146 pm. It is very short time. Of course, depending on the complex forming from metal, there will be slight difference. This is very clear. The C2, C3 bonds are shorter than the C1, C2 and the C3, C4 bonds. And also, we can see that C1 and C4 is found to be at a shorter distance when compared to C2 and C3. ഇതിലെ നേരെ തിരിച്ചാണ്. ഇത് രണ്ടും കുറച്ച് അകലെയും ഇതില് മറ്റടുത്തുമാണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. ഇത് രണ്ടും കുറച്ചടുത്തും ഇത് അകലെയാണ്. സ്ലൈറ്റ് ഡിഫറൻസ് ഒരു എത്രയാണ് 18 pm ഡിഫറൻസ് അങ്ങനെ ആ ലെങ്ത് തമ്മിലുള്ള ഏറ്റവും നമ്മൾ പ്രധാനമാക്കണം മനസ്സിലാക്കേണ്ട ആ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പൊ ഈ ബോണ്ട് ലെങ്ത്തും ഈ പറഞ്ഞ ഈ മെറ്റൽ കാർബൺ ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ML2 ടൈപ്പ് ആണോ അല്ലെങ്കിൽ L2 ടൈപ്പ് ആണോ LX2 ML2 ML ഇത് L2 ടൈപ്പ് ആൻഡ് LX2 ടൈപ്പ് ആണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പറയുന്നത് ക്ലിയർ ആണല്ലോ. ഇപ്പൊ രണ്ട് വിധത്തിലുണ്ടാവും. ആദ്യം തന്നെ രണ്ട് വിധത്തിലുണ്ടാവാം. അത് സിസോയിഡും ഒന്ന് ട്രാൻസ്ഫോയിഡും ആണ്. ട്രാൻസ്ഫോയിഡിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ. ട്രാൻസ്ഫോയിഡ് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സിംഗിൾ മെറ്റലുമായിട്ടുള്ള ട്രാൻസ്ഫോർഡ്, മറ്റേ രണ്ട് മെറ്റലുമായിട്ട്. ദീസ് മെറ്റൽസ് ആർ കണക്റ്റഡ് ബൈ എ മെറ്റൽ ബോണ്ട് ഓൾസോ. ഓസ്മിയത്തിന്റെ OH3 CO12 ഓർമ്മിക്കുക. OH3 CO12 ഓർമ്മിച്ചാൽ OH3 CO10 എഴുതിയിട്ട് ഒരു ബ്യൂട്ടാഡൈൻ വരും. രണ്ട് കാർബണോക്സിൽ കുറച്ച് ബ്യൂട്ടാഡൈൻ ചേർത്താൽ എന്തായി അതിന് എക്സാമ്പിൾ ആയി. OH3 CO12 is a very familiar molecule to you if you have studied the metal clusters in the last semester. OH3 CO12. So OH3 CO10 C4H6. അവിടെ രണ്ട് മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോർഡ് ഫോമിൽ. ഒറ്റ മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുന്നത് വേറെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് എന്താണ് ഇപ്പൊ പറഞ്ഞിരുന്നത് എന്താണ്? യെസ്, സിർക്കോണി Cp2 C4H6 സിർക്കോണിയത്തിന്റെ കോംപ്ലക്സ് ആണ്. അവിടെ Cp2 സെറ്റാർ C4. കാര്യം സിർക്കോണി നമ്മൾ 4, 14, 4, 18. എഴുതി നോക്കിയാൽ തന്നെ ഏകദേശം നമ്മൾ എഴുതി തെറ്റണമെന്ന് മനസ്സിലാവുക. ചിലപ്പോൾ ഒന്നിക്ക് 18, ചിലപ്പോൾ 16 കിട്ടും. മനസ്സിലായില്ലേ? 18 യാതൊരു സംശയമില്ല. ഓക്കെ, ഇത് എന്താണ്? ട്രാൻസ്ഫേർഡ് ഫോമിലുള്ള ഒറ്റ മെറ്റലിലേക്കുള്ള കണക്ഷൻ എക്സാമ്പിൾ ആണ്. അതവിടെ വിട്ടേക്ക് അറിയും വരണ്ട. പിന്നെ നമ്മൾ ഈ സിസോയിഡ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ബോണ്ടിങ് ഉണ്ട്. ML2 ടൈപ്പ്, L2 ടൈപ്പ് ആൻഡ് LX2 ടൈപ്പ്. L2 ടൈപ്പിനാണെങ്കിൽ the two double bonds are supposed to be separately bonded to the metal in a fashion which is similar to the Dehn-Forstad model. Just as in the case of the bonding between platinum and ethylene and sea salt, the ഓരോ ഡബിൾ ബോണ്ട് തമ്മിൽ യാതൊരു ബന്ധമില്ല. കാരണം ഇതിന്റെ ഡബിൾ ഇത് വേറെ ഡബിൾ ബോണ്ട് അങ്ങനെ ബൈൻഡ് ചെയ്തായിട്ട് കാണാം. ആ ടൈപ്പ് ബോണ്ടിങ് ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിന് ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ ആണ്. കറക്റ്റ് അല്ല എന്ന് പറയുന്നത്. A somewhat similar behavior of C4H6 is shown in this complex FeCO. എന്താ ഇവിടെ ശ്രദ്ധിക്കുക, FeCO5 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോംപ്ലക്സ്. അയൺ കാർബണൈ രണ്ട് കാർബണോക്സൈഡ് ഓർക്കുക. അവിടെ എക്സാമ്പിൾ ഒക്കെ ഓർത്തൊക്കെ കിട്ടുന്നില്ല. അങ്ങനെയാണ് അതുപോലെ നമുക്ക് അറിയുന്ന ഒരു കോമ്പൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത്. FeCO5 is very familiar. നമ്മുടെ പല സ്ഥലത്ത് കാണും അയൺ പെന്റാ കാർബണൈ. അപ്പൊ അതിനെ രണ്ട് കാർബൺ മോണോക്സൈഡ് കുറച്ചിട്ട് ഒരു ബ്യൂട്ടാഡൈൻ കൂട്ടുക. 2 carbon monoxide means 4 electrons, 1 butadiene means 4 electrons. 25.
കമ്മിലോട്ട് വെക്കാം. പിന്നെ